എന്തോ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പം ഉണ്ണീസാറുടെ ഇപ്പോൾ ഇത്രയും നാളെ പടങ്ങൾ കണ്ടു, അതെല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് ഒരു കോൺസെപ്റ്റ് വൈസ് നോക്കുമ്പോൾ ദിസ് ഈസ് ടോട്ടലി ഒരു പിള്ളേർക്ക് വേണ്ടി, മിഡിൽ ഏജ് ആൾക്കാരും പിന്നെ ഏജ്ഡ് ആൾക്കാർ എല്ലാവർക്കും വേണ്ടി ഒരു പറയുക ഒരു മോട്ടിവേഷന് വേണ്ടിയുള്ള പടങ്ങളാണ്. ഫാമിലിയായിട്ട് കണ്ടു, നല്ല മൂവിയാണ്. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ത്രില്ലിംഗ് മൂവിയാണ്. സോ എക്സൈറ്റഡ്, ഇൻട്രസ്റ്റിംഗ് ആണ്. സൂപ്പർ ഹീറോ മൂവി തന്നെയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ കുഞ്ഞു കൊച്ചു നന്നായിട്ട് അഭിനയിച്ചു. പബ്ലിക് ആണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം നടക്കുന്നത് അറിയില്ല. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ആ എലമെന്റ്സ് സാർ രഞ്ജിത് ശങ്കർ സാർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് അവരുടെ ഡെയിലി ലൈഫ് ചാലഞ്ചസ് പ്ലസ് അവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള നേച്ചറും. ഇപ്പം ഏത് വ്യക്തികളോടാണെങ്കിലും ഉണ്ണി മുകുന്ദൻ ലൈക്ക് ഈ മൂവിയിൽ പലപ്പോഴും എടുത്ത് ചാടുന്നുണ്ട്, ഉറക്കെ പറയുന്നുണ്ട്. ഐ തിങ്ക് ആ സെൻസിറ്റീവ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറൈസേഷൻ ഒക്കെ ഭയങ്കര റിയൽ ആയിട്ട് ഫീൽ ചെയ്തു. ആ പെർഫോമൻസ് വൈസ് ദാറ്റ് ഇസ് സോ റിയൽ. ഐ മീൻ ഈവൻ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന സമയത്തും അത് അങ്ങനത്തെ ആസ്പെക്ട്സ് ഉണ്ട് അവർക്ക്, ആ ഒരു സെൻസിറ്റീവ് നേച്ചർ ഉണ്ട്. സോ അതൊക്കെ ഭയങ്കരമായിട്ട് അഡോപ്റ്റ് ചെയ്യും. ആ നിസ്സഹായാവസ്ഥയൊക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കര വർക്ക് ചെയ്തു. ആൾ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടും തോന്നി, ഭയങ്കര ഒറിജിനലായി ചെയ്ത പോലെ ഫീൽ ചെയ്തു. ശരിക്കും കേരളത്തിൽ കുട്ടികളെ കൊണ്ടുവന്ന് അവർ അതും ഇതും കണ്ട് അവർക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാവുമെന്ന് ഒരിക്കലും തോന്നാത്ത വിധം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം. ആൻഡ് ഡെഫിനറ്റ്ലി കുട്ടികളായിട്ട് കയറി വന്നിട്ട് കാണാവുന്ന ഒരു പടം തന്നെയാണത്. ഐ തിങ്ക് എല്ലാവരുടെയും എത്ര ചെറിയ റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ മഹിമയുടെ അമ്മയുടെ റോളായിരുന്നു ചെയ്തിരുന്നത്. അതിനൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേക്കാണ് രഞ്ജിത് ശങ്കർ സാറ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ചെറിയ റോൾസ് ഹൂവർ ഈ ചെറിയ എത്ര വേഷം വേണമെങ്കിൽ ഇതിനകത്ത് നോക്കിക്കോളൂ, എവ്രി വൺ ഹസ് ഡൺ വെരി വെൽ എന്നുള്ളൊരു കാര്യം. പിന്നെ ഈ സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഒരു കാര്യം അതിന് വളരെ ഹ്യൂമൻ ടേംസിലാണ് റീഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ ഇൻസ്പിറേഷണൽ ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അർത്ഥത്തിൽ വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പടമാണ്. കുട്ടികൾ തീർച്ചയായിട്ടും നമുക്ക് എന്ന് വെച്ചാൽ ഈ പടം നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റും. എനിക്ക് പലപ്പോഴും പിടയ്ക്കാറുണ്ട് നെഞ്ചി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ഇപ്പോൾ ഇടിയും ബ്ലഡും വയലൻസിൻ്റെ ഇടയിൽ ദിസ് ഇസ് സോ ഇൻസ്പയറിങ്.